ഹായ് ഗായ്സ്, ഇന്നിവിടെ പുളിയിഞ്ചിയാണ് കേട്ടോ തയ്യാറാക്കാൻ പോണേ. ഓണസദ്യയിൽ പുളിയിഞ്ചി ഇല്ലാണ്ട് എന്ത് സദ്യ അല്ലേ. നമ്മൾ ഒത്തിരി ഓണസദ്യ വിഭവങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് അതും കൂടിയും പോയി ഒന്ന് കാണാം. അപ്പോൾ ഒരു ചട്ടി വെച്ച് ചട്ടി ഒന്ന് ചൂടായി വന്നതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എന്നിവ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റുക. പിന്നെ ഞാനിവിടെ മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ഇഞ്ചി ഇതുപോലെ ഒന്ന് വഴറ്റി ബ്രൗൺ കളറാക്കി എടുത്തിട്ട് അതിനുശേഷം നിങ്ങൾക്ക് മൺചട്ടിക്ക് മാറ്റാം കേട്ടോ. മൺചട്ടിയിൽ നമ്മളിത് വഴറ്റുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം. കാരണം ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇഞ്ചി പെട്ടെന്ന് മൺചട്ടിയിൽ പിടിക്കും. അപ്പം അതുകൊണ്ട് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഇഞ്ചിപ്പുളി ഉണ്ടാക്കുമ്പോൾ എനിക്ക് പണ്ടെങ്ങാണ്ട് എവിടെ കേട്ട് മറന്നൊരു കഥ ഓർമ്മ വന്നിട്ടാണ്. ആരാ പറഞ്ഞതെന്നൊന്നും എനിക്ക് കറക്റ്റായി ഓർമ്മയില്ല. അപ്പോൾ നിങ്ങളെ അടുത്തും കൂടി ആ സ്റ്റോറി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങളും ഇതുപോലെ പുളിയിഞ്ചിയായി റിലേറ്റ് ആയിട്ട് എന്തെങ്കിലും സ്റ്റോറി കേട്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് എല്ലാവർക്കും അറിഞ്ഞിരിക്കാമല്ലോ. അപ്പോൾ ഞാൻ കേട്ട സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ, ട്രാവൻകൂർ പാലസിൽ ഒരു മഹാസദ്യ നടപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ സദ്യയിൽ ഒരു രാജകുമാരൻ പങ്കെടുത്തിരുന്നു. അപ്പോൾ രാജകുമാരൻ പങ്കെടുത്ത ടൈമിൽ ആ മഹാസദ്യയിൽ ഇതുപോലെ പുളിയും ഇഞ്ചിയും കൂട്ടിയിട്ട് ഒരു കറി ഉണ്ടായിരുന്നു. അതാണ് നമ്മുടെ പുളി. ബാക്കി സ്റ്റോറിയിലേക്ക് നമുക്ക് ഇപ്പോൾ വരാം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഇഞ്ചി ഇവിടെ നല്ലപോലെ വഴണ്ടിട്ടുണ്ടായിരുന്നു. ഒരു ബ്രൗൺ കളർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് കോൽപ്പുളി എടുത്തിട്ടുണ്ടായിരുന്നു. 50 ഗ്രാം പുളിയിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കുതിർത്ത് വെച്ചിരുന്നതാണ്. അത് എന്നിട്ട് പിഴിഞ്ഞെടുത്തിട്ട് നമ്മൾ ഇഞ്ചി ഒരു ബ്രൗൺ കളറായി വന്നതിന് ശേഷം ആ പിഴിഞ്ഞെടുത്ത പുളിവെള്ളം ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന പുളി നമ്മൾ അരിപ്പ് വെച്ചിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അത് നമ്മുടെ ഇഞ്ചിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് വെള്ളം കൂടിയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റോറി ഉണ്ടല്ലോ, അപ്പോൾ അതിൽ രാജകുമാരന് ഇത് ഇഷ്ടപ്പെട്ടു. കാരണം പുളിയും മധുരവും കൂടിയിട്ടുള്ള കറി. അപ്പോൾ അവിടെ വെച്ച് രാജകുമാരന് ഇഷ്ടപ്പെട്ട കാരണം രാജകീയ കറി എന്നറിയപ്പെട്ടു. നമ്മുടെ പുളിയിഞ്ചി. പിന്നീട് അവിടെ നിന്നാണ് പുളിയിഞ്ചി ഓണസദ്യയിൽ വന്നു തുടങ്ങിയത്. ഇങ്ങനെയാണ് ഞാൻ സ്റ്റോറി കേട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളും ഇതുപോലെ സ്റ്റോറി കേട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇഞ്ചിയിൽ പുളിവെള്ളം ആഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഒരു 5 മിനിറ്റ് മതിയാവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് കുറുകി വരും. അപ്പോൾ അതിന് ശേഷം മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മുളക് പൊടി, കായപ്പൊടി, ഉലുവപ്പൊടി. മുളക് പൊടി ഒരു എരിവിനനുസരിച്ചിട്ടാണ്. മഞ്ഞൾപ്പൊടി ഞാനൊരു 1/4 സ്പൂണാണ് എടുത്തിരിക്കുന്നത്. കായപ്പൊടിയും അതുപോലെ തന്നെ 1/4 സ്പൂൺ, അതുപോലെ തന്നെ ഉലുവപ്പൊടിയും 1/4 സ്പൂൺ. പിന്നെ പച്ചമുളക് ആദ്യം ആഡ് ചെയ്തത് കാരണം എരിവ് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതെല്ലാം ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടിയും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് മൂടി. പിന്നെ എല്ലാ വീടുകളിലും ഓണത്തിന് ഒരു 3 ദിവസം മുമ്പെങ്കിലും നമ്മുടെ പുളിയിഞ്ചി ഉണ്ടാക്കി വെക്കുമല്ലോ അല്ലേ. കാരണം ഒരു 2-3 ദിവസം ഇരുന്ന് പിറ്റേ ദിവസം ഓണത്തിൻ്റെ അന്ന് കൂട്ടുമ്പോൾ ഒരു നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് ഇരിക്കും തോറും ടേസ്റ്റ് കൂടാണ് ചെയ്യുക. അപ്പോൾ ഉപ്പും കൂടിയും ആഡ് ചെയ്തിട്ട് നമ്മളൊന്ന് ജസ്റ്റ് തിളപ്പിച്ചെടുക്കുക കേട്ടോ. മൂടി വെച്ചിട്ട് തിളപ്പിച്ചെടുക്കുക. പിന്നെ അതുപോലെ എരിവും മധുരവും നിങ്ങൾക്ക് നോക്കിയിട്ടൊക്കെ ആഡ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ മധുരമാണ് കുറച്ച് ഇതായി നിൽക്കണ്ടെങ്കിൽ അതിനനുസരിച്ച് ശർക്കര നീര് കൂട്ടാം. എരിവാണ് കുറച്ചതെങ്കിലും മുളക് പൊടി കുറച്ച് കൂട്ടിയിടാം. അപ്പോൾ നന്നായി ഒന്ന് തിളച്ച് കുറുകി വന്നതിന് ശേഷം ഞാനിവിടെ ശർക്കര ഉരുക്കി അരിച്ച് എടുത്ത് വെച്ചിരുന്നു. അപ്പോൾ അത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ശർക്കര നീരും കൂടി ആഡ് ചെയ്തതിന് ശേഷം മിക്സ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് മൂടി വെക്കുക. മൂടി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ തിളപ്പിച്ചെടുക്കുക. അതൊന്ന് കുറുകി വരണം കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ജസ്റ്റ് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ വീഡിയോ. പിന്നെ അതുപോലെ മാക്സിമം കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കുറച്ച് പേര് കാണുന്നുണ്ട്. അപ്പോൾ അവരൊന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നന്നായി തിളച്ച് കുറുകി വന്നതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യുക കേട്ടോ. അപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം അതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നന്നായി ചൂടാറി വന്നതിന് ശേഷം നമുക്കതൊന്ന് കാച്ചെടുക്കുക. ചട്ടി ചൂടായി വന്നതിന് ശേഷം വെളിച്ചെണ്ണ ആഡ് ചെയ്യുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം കടുകും ഉണക്കമുളകും ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ ഇതെല്ലാം പൊട്ടിച്ചെടുത്തതിന് ശേഷം പുളിയിഞ്ചിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ ഇതൊരു ചില്ലും കുപ്പിയിൽ വെച്ചിട്ട് നമുക്ക് സൂക്ഷിക്കുക. അതുപോലെ തന്നെ പിന്നെ നമുക്ക് ആവശ്യത്തിന് കുറച്ചായിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഓണത്തിന് നമ്മുടെ പുളിയിഞ്ചി എല്ലാവരും ഒന്ന് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങളെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.